ഹേ ഗൈസ്, എങ്ങനെയുണ്ട് വെക്കേഷൻസൊക്കെ? അപ്പോൾ എനിക്ക് വെക്കേഷനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ 3 മാംഗോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മാംഗോ പുഡിങ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ആദ്യം മാംഗോ ഒന്ന് കഴുകി കൊടുന്ന് അതിൻ്റെ തൊലി കളഞ്ഞ് അതിനിങ്ങനെ പീസ് ആക്കിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്. എൻ്റെ മാങ്ങ മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കസ്റ്റർഡ് മിക്സ് ഉണ്ടാക്കാം. ആദ്യം കസ്റ്റർഡ് പൗഡർ ഇട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് പൗഡറിനെ മാറ്റി വെച്ചിട്ട് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാംഗോ പൾപ്പ് ഇട്ട് അതിലേക്ക് കുറച്ച് കേഷ്യനട്ടും മിൽക്ക് മെയ്ഡും കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് അതിനൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച കസ്റ്റർഡ് മിക്സ് അതിലേക്ക് ഒഴിച്ച് അതിനൊന്ന് കുറുക്കിയെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കുറുക്കി വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്ത് അതിനൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് മാംഗോ പൾപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തങ്ങാണ്ട് നമുക്ക് ഏത് ട്രേയിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ആക്കുന്നത് ആ ട്രേയിൽ ഇങ്ങനെ വെക്കാം. അതിനുശേഷം അതിൻ്റെ മേലിലേക്ക് ഞാൻ ഫസ്റ്റ് ഓപ്ഷനായി ഉണ്ടാക്കി വെച്ച ആ മിക്സാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അതിനുശേഷമാണ് ഞാൻ കസ്റ്റർഡ് ഒഴിച്ചത്. അങ്ങനെ അതെല്ലാം ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഭംഗിക്ക് വേണ്ടി മാംഗോ പൾപ്പ് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. മാംഗോ പൾപ്പ് ബാക്കി വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. 2 or 3 hours ഫ്രീസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.